അൽ ജസീറ ഖത്തറിൻ്റെ കൊല്ലം ജില്ലാ ലേഖകൻ അനിൽ മുഹമ്മദ് എന്നെപ്പറ്റി വീഡിയോ ചെയ്തു. അപ്പം അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാരണം ഞാൻ ആ ജില്ലാ ലേഖകനെ ഒരു വാർഡ് ലേഖകനായിട്ട് തള്ളിക്കളയുന്നു. കാരണം യൂസ്ലെസ് ഇഡിയറ്റ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു കാര്യവുമില്ലാതെ സുഡാപ്പിസം മാത്രം പറയുന്ന ഒരുത്തൻ. അപ്പം അത് ഞാൻ തള്ളിക്കളയും. പക്ഷേ ആ ലേഖകൻ്റെ മറ്റുള്ള ലേഖനങ്ങൾ ഇതേപോലെ സംഭവങ്ങൾ വരുവാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. ജാക്ക് ഷാക്കോ ജംഗ്ഷൻ ഷാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം നോൺസെൻസ്. ഒരു കാര്യം പറയുവാണ് കൃത്യത വേണം. കൃത്യതയോട് പറയാം, ആദ്യം പറയാൻ പഠിക്കുക. അല്ലാതെ വായി വരുന്ന വിളിച്ചുമല്ല. ഞാനിപ്പോൾ പറയുന്ന സംഭവം യു ഹാവ് ടു ഗിവ് എ പ്രോപ്പർ ആൻസർ. വാട്ട് എക്സാക്ട്ലി ഐ സെഡ്, വാട്ട് യു ആർ ഗോയിങ് ടു എൻകൗണ്ടർ ആൻഡ് കൗണ്ടർ ഇറ്റ്. ദെൻ ഐ വിൽ ഗീവ് ദെൻ ഓഫ് കോഴ്സ് ഐ വിൽ ഗീവ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഖത്തർ ഇന്ത്യ ഗവൺമെൻറ്റിന് $10 ബില്യൺ കൊടുക്കുവാൻ തീരുമാനിച്ചു. അതായത് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കും. നേരത്തെ 2008 $5 ബില്യൺ ഖത്തർ കൊടുത്തിരുന്നു. അതെന്തിനാണെന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഖത്തറിന് വേണ്ടി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ഖത്തറിൽ നിന്ന് LNG വാങ്ങുമ്പോൾ ആ LNG സ്റ്റോർ ചെയ്ത് പൈപ്പ് ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി, കാരണം ഇത് ഖത്തറിൽ നിന്നാണ് വരുന്നത്, ഇത് പൈപ്പ് ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള ഓയിൽ കമ്പനിയുമായിട്ട് ചേർന്ന് അവർക്ക് വേണ്ടി എനർജി പർപ്പസിന് ഖത്തറിന് വേണ്ടിയാണ് അന്ന് $5 ബില്യൺ 2008 ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം ഖത്തർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന $10 ബില്യൺ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. അതാണ് ഞാൻ പറയാം, കാലയെ പിടിക്കാൻ വന്നു, പണം കൊടുത്ത് കാലയെ പിടിക്കാൻ വന്നു.